ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സദാനന്ദനെ വീട്ടിൽ വന്ന് ചികിത്സിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് സുജാത. ജീവൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായി അഭിനയിക്കുന്നുണ്ടപ്പോൾ അതുകൊണ്ട് സുജാതയും നിത്യയും ജീവനെ നോക്കുന്നു. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ സദാനന്ദൻ. സുജാത നിത്യയോട് പറയുന്നു, മോളെ ഇദ്ദേഹത്തെ അകത്ത് കൊണ്ടുപോയിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. ഒരു ടെൻഷനോടെ തന്നെ നിത്യ ഇപ്പോൾ ജീവനെ നോക്കുന്നു. ശരിയമ്മേ എന്ന് പറഞ്ഞ് അയാളെയും കൂട്ടി നിത്യ ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ജീവന് ഇതൊന്നും തന്നെ ഇഷ്ടമാകുന്നില്ല. സദാനന്ദൻ ഇപ്പോൾ സുജാതയോട് ചോദിക്കുന്നു, സുജാതയെ കൂടെ കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാകരുത്. ഈ കടമൊക്കെ ഞാൻ എങ്ങനെയാ വീട്ടിൽ തീർക്കേണ്ടത്? അന്നും ഇന്നും എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, സദാനന്ദേട്ടാ. ഏട്ടൻ എനിക്കൊരു മകളെ തന്നു. എൻ്റെ പ്രതീക്ഷകൾക്കും ഒരുപാട് മുകളിലുള്ള ഒരു കുട്ടിയെ തന്നെ. അതിനെ തിരിച്ചെന്ത് ചെയ്താലും എനിക്ക് മതിയാകില്ല. എൻ്റെ മകൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തും ഞാൻ തള്ളിക്കളയും. അത് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും എന്നൊക്കെ ജീവനെ നോക്കി സുജാത പറയുന്നു. ശേഷം കാണിക്കുന്നത് കുഞ്ഞുമായി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹരിയും വീണയും അമ്മാവനും. ഹരിയുടെ മടിയിൽ തന്നെയാണ് കുഞ്ഞ്. ഇപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിരിക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം രാധാകൃഷ്ണൻ ഹരിയോട് പറയുന്നു, ഹരി ആദ്യമായി വീട്ടിലേക്ക് വരികല്ലേ, ഞാനൊരു നിലവിളക്ക് കത്തിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ് നിലവിളക്ക് കത്തിക്കാൻ. വേഗം തന്നെ പോകുന്നു. ഈ സമയം കാർ അവിടെ നിന്ന് പോയി. കുഞ്ഞുമായി ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുകയാണ് ഹരിയും വീണയും. കരയില്ലേടാ, ദേ അമ്മി നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ ഹരി കുഞ്ഞിനോട് പറയുമ്പോൾ, എനിക്കതിനെ കാണുക പോലും ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ, ദേഷ്യത്തോടെ വീണ അങ്ങനെ പറയുന്നു. നിലവിളക്കുമായി രാധാകൃഷ്ണൻ അവിടേക്ക് വന്നു. നീ ഐശ്വര്യമായിട്ട് കയറിക്കോളാൻ ഹരിയോട് പറയുകയാണ്. വീണയോടും പറയുന്നു. വീണ തന്നെ ആദ്യം കയറുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം പെട്ടെന്ന് നിലവിളക്ക് ദേഷ്യത്തോടെ ഊതി അണയ്ക്കുകയാണ് വീണ. എൻ്റെ ജീവിതത്തിലെ വെളിച്ചം കെടുത്തിയിട്ട് ഇവിടെ വേറെ ആരും സന്തോഷിക്കേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വീണ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഹരി വീണയെ വിളിച്ചു. കുഞ്ഞിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കിയവരാണ്. ഈ കുഞ്ഞിൻ്റെ അർഹത അവർക്കല്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. എടി, അതിൻ്റെ പേരാണ് മനുഷ്യത്വം. എന്നിട്ടും സ്വന്തം കുഞ്ഞിനോട് ഇത്തിരി മനുഷ്യത്വം കാണിക്കാൻ നിനക്ക് കഴിയുന്നില്ല. പക്ഷേ നീ എത്ര അവഗണിച്ചാലും ഈ കുഞ്ഞ് എത്രയും സൗഭാഗ്യത്തോടു കൂടി എൻ്റെ നെഞ്ചിൽ തന്നെ ഉണ്ടാകും. ഇത് പറയുമ്പോൾ ദേഷ്യത്തോടെ വീണ്ടും വീണ അകത്തേക്ക് പോകുന്നു. അമ്മാവൻ വിഷമിക്കൊന്നും വേണ്ട എന്ന് ഹരി രാധാകൃഷ്ണനോട് പറയുന്നു. പിറവിയിലെ ഭാഗ്യം ചെയ്ത കുഞ്ഞാണ്, അതുകൊണ്ടാണ് ബെന്നിച്ചിനും ആലീസും അങ്ങനെ പെരുമാറിയത്. അതൊക്കെ എനിക്ക് മതി. നീ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്ത് ചെല്ല് എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ ഹരിയെ കുഞ്ഞിനെയും അകത്തേക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹം നിലവിളക്കും വെച്ച് അവിടെ അങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇതേസമയം രാധാകൃഷ്ണന് തടവുകയും ഒക്കെ ചെയ്യുകയാണ് ആ വന്ന ആൾ. എണ്ണ കൊടുക്കുന്നത് നിത്യ തന്നെയാണ്, അതും തൊട്ടരികിൽ നിന്ന്. അവിടേക്കിപ്പോൾ ജീവൻ വരുന്നു. ജീവന് ഇത് കണ്ടിട്ടാണെങ്കിൽ ഒട്ടും തന്നെ പിടിക്കുന്നില്ല. കിഴിയും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ നിത്യയുടെ കയ്യിൽ തട്ടുന്നോ എന്നൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത് ജീവൻ. ആരായാലും കുഴപ്പമില്ല, അവൾ കാണായാൽ മാത്രം മതി എന്നൊക്കെ ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്ന് അയാളിപ്പോൾ നിത്യയോട് പറയുന്നു. ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കണമെന്നില്ല, പുറത്തോ ഹാളിലോ എവിടെ വേണമെങ്കിലും ആകാമെന്നും അയാൾ പറയുന്നു. എല്ലാത്തിനും ശരിവെക്കുകയാണ് നിത്യയും. ദേഷ്യത്തോടെ ജീവൻ നിത്യയെ നോക്കുന്നു. പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജീവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ജീവൻ പോയി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഭക്ഷണം വിളമ്പുന്നു. ഭക്ഷണം വിളമ്പുമ്പോഴും ഒരു വല്ലാത്ത ഭാവത്തോടെയാണ് ജീവൻ ആ ഭക്ഷണം പ്ലേറ്റിലേക്ക് പകർത്തുന്നത്. എന്നാൽ ആ ഭക്ഷണത്തിൽ എക്സ്ട്രാ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ടായിരുന്നു. മുളക് പൊടിയുടെ മുകളിലേക്ക് വീണ്ടും ചോറെടുത്തൊഴിച്ചു. അതിൻ്റെ മുകളിലായി കറിയും അങ്ങനെ ഒക്കെ എടുത്തൊഴിക്കുകയാണിപ്പോൾ. നിത്യയും അച്ഛനും ഉമ്മറത്തിരിക്കുകയായിരുന്നു. അവിടേക്ക് ആ പ്ലേറ്റിൽ വിളമ്പിയ ചോറുമായി വന്നിരിക്കുകയാണ്. ഹായ് നിത്യ, താൻ ഇത്രയും നേരം ചോറ് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാണ് ജീവന്റെ വരവ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് നിത്യ. അച്ഛൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കും അമ്മയ്ക്കും ആകെയുള്ളൊരു പരാതി ഇത് മാത്രമാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് ചെയ്ത് തീർക്കുന്നത് വരെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കില്ല. അച്ഛ കഴിക്കാൻ പറ അച്ഛ എന്നൊക്കെ ജീവൻ പറയുന്നു. എൻ്റെ കയ്യിൽ കുഴമ്പിൻ്റെ വേണം, ഞാൻ കുളിച്ചിട്ട് കഴിച്ചോളാം എന്ന് നിത്യ പറയുമ്പോൾ, അപ്പോൾ എന്തിനാ ഇത് എന്ന് ജീവൻ കൈ കാണിക്കുന്നു. താൻ വാരി കഴിക്കേണ്ട കാര്യമില്ല, ഞാൻ വാരി തരില്ല എന്ന് ജീവൻ പറയുന്നു. എന്തോ ഒരു പന്തികേട് മണക്കുകയാണ് നിത്യയ്ക്ക്. അപ്പോൾ കഴിക്കുന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വേണ്ട, ഞാൻ കഴിച്ചോളാമെന്ന് വീണ്ടും നിത്യ പറയുന്നു. അച്ഛാ, ഇനിയിപ്പോൾ ഈ കാര്യം മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ വാരി തരുന്നത് കഴിച്ചാൽ മതി. അച്ഛാ പറയച്ചാ എന്നൊക്കെ ജീവൻ. മോൻ സ്നേഹത്തോടെ തരുന്നതല്ലേ, ഇനിയിപ്പോൾ നിഷേധിക്കണ്ട, കഴിക്കുകയെന്ന് അച്ഛൻ പറയുന്നു. ഇങ്ങോട്ടിരിക്കെന്ന് പറഞ്ഞ് ജീവൻ നിത്യയോടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ജീവൻ ഇപ്പോൾ ഭക്ഷണം കുഴയ്ക്കുകയാണ്.
എന്നിട്ട് ജീവൻ തന്നെ നിത്യയ്ക്ക് വാരി കൊടുക്കുന്നു. സ്നേഹത്തോടെ കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഇത് കാണുമ്പോൾ അച്ഛന് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ ജീവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിത്യ എന്നാണ്. പക്ഷേ നിത്യയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായിരിക്കുന്നു. വല്ലാത്ത ഒരു എരി കാരണം ഭക്ഷണം കഴിക്കാൻ വയ്യ. പിന്നെ അച്ഛൻ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് ആ ഭക്ഷണം കഴിക്കുന്നു. വീണ്ടും ജീവൻ ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സദാനന്ദന് വളരെ സന്തോഷമാകുന്നുണ്ട്. എന്ത് പറ്റിയടോ, എരിവ് കൂടുതലുണ്ടോ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു. എരിവ് ഇത്തിരി കുറയ്ക്കണം. നിത്യ അവിടെ നിന്ന് എണീക്കുകയാണ്. എന്താ എഴുന്നേക്കുന്നത്, കഴിഞ്ഞില്ലല്ലോ എന്ന് ജീവൻ പറയുമ്പോൾ വെള്ളം വേണമെന്ന് നിത്യ പറയുന്നു. ഓ, അതിൻ്റെ ആവശ്യമില്ല, അമ്മ പറയാറില്ലേ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്ന്. എന്ത് പറയുന്നു അച്ഛാ എന്നൊക്കെ ജീവൻ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അത് നല്ലതാണ്, പക്ഷേ മോൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവളുടെ തോന്നലാണെന്നേ എന്നൊക്കെ ജീവൻ. പിന്നെ എങ്കിൽ എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും നിത്യ അവിടെ ഇരിക്കുന്നു. ഭക്ഷണം വീണ്ടും വാരി കൊടുക്കുകയാണ് ജീവൻ. ഇതേ സമയം ഹരിയുടെ വീട്ടിൽ ഹരി കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഉമ്മറത്ത് ഇങ്ങനെ നടക്കുകയാണ്. കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നു. കയ്യിൽ ഒരു നിബിളും കുപ്പിയുമുണ്ട്. പിന്നെ കയ്യിൽ കളിപ്പാട്ടമൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ വീണയുടെ മുന്നിലേക്ക് വരികയാണ് ഹരി. ഇതിനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് വീണ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, കുഞ്ഞ് തീരെ കരച്ചിൽ നിർത്തുന്നില്ല, വിശന്നിട്ടാണ്, നീ കുറച്ച് പാല് കൊടുക്കുക, കുറച്ച് മുന്നേ പറഞ്ഞതല്ലേ എൻ്റെ സഹായമില്ലെങ്കിലും കുഞ്ഞ് വളരുമെന്ന് എന്നൊക്കെ ഇങ്ങനെ വീണ പറയുമ്പോൾ ഹരി പറയുന്നു, എടി ഈ പ്രായത്തിൽ ഇവൾക്ക് മുലപ്പാലാണ് വേണ്ടത്, അത് നിനക്കറിയാത്തതല്ലോ എന്നൊക്കെ പറയുമ്പോൾ വീണ പറയുന്നു, എനിക്ക് പറ്റില്ല, അമ്മയുടെ പാല് കുടിക്കാതെ കുഞ്ഞ് വളരില്ലേ, പ്രസവത്തിൽ അമ്മ ചത്തുപോയാൽ എന്ത് ചെയ്യും, ഞാൻ ചത്തുപോയെന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ വീണ പറയുന്നു. ദേഷ്യത്തോടെ വീണേ പിന്നെ പ്ലീസ് ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിനോട് വാശി കാണിക്കരുത് എന്നൊക്കെ ഹരി. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് വീണയും. കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വേറെ ഒരു മാർഗവുമില്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്, നീ നിൻ്റെ ഇഷ്ടം പോലെ മോഡലിങ്ങിൽ പോവുകയോ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ, അതിന് നിനക്ക് വേണ്ട എൻ്റെ സഹായം ഞാൻ ചെയ്യാം, എൻ്റെ പണച്ചിലുണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം എന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു, പറഞ്ഞ വാക്കുകളൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ല, എന്നാൽ ഇതങ്ങനെയല്ല, ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാം, നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ അതിന് ഒരു എതിർപ്പും പറയില്ല എന്ന് ഹരി പറയുന്നു. എങ്കിൽ ശരി, ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കാം, അതോടെ എൻ്റെ മനസ്സിൽ മാതൃത്വം തുളുമ്പി വരുമെന്ന് വിചാരിക്കണ്ട, ഇതിന് ഞാൻ സ്നേഹിക്കത്തുമില്ല, നിങ്ങൾ പറഞ്ഞത് ഒരു കച്ചവടമാണ്, എനിക്ക് അതിലാണ് താല്പര്യമെന്നും എനിക്ക് വേണ്ടത് ഞാൻ പറയും, അത് ചെയ്ത് തന്നേ പറ്റൂ എന്ന് വീണ പറയുന്നു. സമ്മതമെന്ന് ഹരിയും. അങ്ങനെ ഇപ്പോൾ മനസ്സോടെ കുഞ്ഞിനെ വാങ്ങിച്ചിരിക്കുകയാണ് വീണ. എന്നിട്ട് അകത്തേക്ക് പോകുന്നു. പുറത്തുനിന്ന് വാതിലടച്ചിരിക്കുകയാണ് ഹരി. എന്നാൽ ഇതേ സമയം നിത്യയ്ക്കാണെങ്കിൽ കിടക്കാൻ വയ്യ, രാത്രിയായിരിക്കുന്നു. വല്ലാത്ത എരിവ് കാരണം ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു പുകച്ചിലും അങ്ങനെ കുറേ വല്ലാത്തൊരു വയറിനൊരു എരിച്ചിലും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണ്. ഇതൊക്കെ കണ്ട് ജീവൻ ആസ്വദിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.